തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ 2 ബസ്സുകൾക്കിടയിൽ ഞെരുങ്ങിയ ആൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. കേരള ബാങ്കിലെ ജീവനക്കാരൻ ഉല്ലാസാണ് മരിച്ചത്. റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. സലിം മാലിക് അതിന്റെ വിവരങ്ങളുമായി തത്സമയം ചേരുന്നു അപകടം നടന്ന സ്ഥലത്തു നിന്നും. സലിം, ദാരുണമായ അന്ത്യമാണ് ഉല്ലാസിന് സംഭവിച്ചത്. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രജൻ, ഇന്ന് ഉച്ചയ്ക്ക് 1:45 കൂടിയാണ് ഈ അപകടം എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. പോലീസ് പറയുന്നതനുസരിച്ച് ഒരു KSRTCയുടെയും ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെയും ഇൽ കുടുങ്ങിയാണ് ഉല്ലാസ് എന്ന കേരള ബാങ്ക് ഉദ്യോഗസ്ഥൻ ദാരുണമായി മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 1:45 കൂടിയാണ് കൊല്ലം സ്വദേശിയായ ഉല്ലാസിൻ്റെ മരണം സംഭവിക്കുകയും ചെയ്തത്. ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥലത്ത് തന്നെയാണ് ഈ അപകടമുണ്ടായത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ നമ്മൾ ശേഖരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ലഭ്യമാകാൻ കഴിയും. എന്തായാലും ഈ അപകടമുണ്ടായത് എങ്ങനെയെന്നുള്ളതിൽ ആ അപകടത്തിൻ്റെ കാരണം ഉറപ്പായും ഇവിടുത്തെ മത്സരമാണ്. ഇവിടുത്തെ KSRTCയുടെയും ഒപ്പം തന്നെ പ്രൈവറ്റ് ബസ്സിൻ്റെയും മത്സരമാണ് എന്നുള്ളതാണ് നമ്മൾ നേരത്തെയും പറഞ്ഞത്. ഇപ്പോഴും അത് തന്നെ ആവർത്തിക്കുകയാണ്. കാരണം ഈ സ്ഥലം, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം കിഴക്കേക്കോട്ട, തിരുവനന്തപുരത്തെ ഭരണസിരാകേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം, ഏറ്റവും പ്രധാനപ്പെട്ട തിരക്കുള്ള ഒരു സ്ഥലം. അവിടെ തോന്നുംപടി മത്സരമാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സും KSRTC ബസ്സും തമ്മിൽ ഉണ്ടാകുന്നത്. ഇത് ഈ പ്രദേശത്ത് നടക്കുന്ന ആദ്യത്തെ അപകടമല്ല. തലസ്ഥാന നഗരത്തിലുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക്, അത് തമ്പാനൂർ വരെ നീളുന്ന, അതങ്ങ് കരമന വരെ നീളുന്ന വലിയ ഗതാഗതക്കുരുക്കൊക്കെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടെ തോന്നുംപടി നടക്കുന്ന ഈ മത്സരമാണ്. പ്രൈവറ്റ് ബസ്സിൻ്റെയും ഒപ്പം തന്നെ KSRTC ബസ്സിൻ്റെയും. അതിൻ്റെ കാരണമായി നേരത്തെയും മുൻപും ഇവിടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അപകടങ്ങൾ സംഭവിക്കുന്നത് തുടർക്കഥയാണ്. ഇപ്പോഴാണ് അങ്ങേയറ്റം ദാരുണമായ ഒരു അപകടം കൂടി നടക്കുകയും ചെയ്യുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രൈവറ്റ് ബസ്, 2 പ്രൈവറ്റ് ബസ് റോഡിന് നടുവിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ആ ബസ്, ഇവിടെ ഈ പ്രൈവറ്റ് ബസ്സിന് റോഡിൽ പാർക്ക് ചെയ്യാൻ അനുമതിയുള്ള സ്ഥലമല്ല ഇവിടെ ഉള്ളത്. പക്ഷേ അപ്പോഴും പ്രൈവറ്റ് ബസ് ഇവിടെ റോഡിൽ തന്നെ പാർക്ക് ചെയ്യുന്ന നില പലപ്പോഴും ഉണ്ടാകാറുണ്ട്. KSRTC ബസ്സും ആ മത്സരത്തിനൊപ്പിച്ച് പരസ്പരം ആരാധ്യം എന്നുള്ള മത്സരം ഇവിടെ നടത്താറുണ്ട്. അങ്ങനെ നഗരത്തിൽ ഇവിടെ ഈ ട്രാഫിക് ലൈറ്റ് വീണ് കിടന്നാൽ പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാത്ത, അതല്ലെങ്കിൽ മാറിക്കൊടുക്കാത്തൊരു സാഹചര്യം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ 1 മണിക്കൂറിലധികമൊക്കെ ഇവിടേക്ക് ബ്ലോക്ക് പലപ്പോഴും പതിവ് കാഴ്ചയാണ്. നമ്മുടെ ഓഫീസിന് തൊട്ടടുത്താണ് ഈ പ്രദേശം. 200 മീറ്റർ, നമ്മുടെ ഓഫീസിൽ നിന്നും 200 മീറ്റർ മാത്രം ഇപ്പുറത്തുള്ള ഈ സ്ഥലത്ത് നമ്മുടെ ഷൂട്ടിന് പലപ്പോഴും ഇറങ്ങുമ്പോൾ പോലും ഈ ബസ്സുകൾ തോന്നിയതുപോലെ വന്ന് കയറുന്നത് മൂലം പലപ്പോഴും നമുക്ക് തന്നെ പോകാൻ വൈകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ അങ്ങേയറ്റം നിരുത്തരവാദപരമായി കൈകാര്യം ചെയ്യുന്ന ഈ മത്സരം, അത് നേരത്തെ നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ്. നമ്മുടെ പൊതുജനം കഴുതയിൽ പോലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. അതിന് പിന്നാലെ നമ്മൾ തന്നെ ഗതാഗത മന്ത്രിയെ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെടലുണ്ടായിരുന്നു. പിന്നെയും പക്ഷേ പഴയപടി തന്നെ കാര്യങ്ങൾ പോകുന്ന സാഹചര്യം ഇവിടെ പലപ്പോഴും ഉണ്ടായി വരുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ട്. സലീം, ഈ ദൃശ്യങ്ങൾ, ഈ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ട്രാഫിക് പോലീസിനെ അടക്കം കാണുന്നുണ്ട്. ഇപ്പോൾ സലീം സൂചിപ്പിച്ചതുപോലെ ഇത് നഗരമധ്യത്തിലാണ്, തിരക്കുള്ള റോഡാണ്. അവിടെ ഈ രീതിയിലുള്ള മരണപ്പാച്ചിൽ അല്ലെങ്കിൽ മത്സരയോട്ടം, ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നത്? അതുമാത്രമല്ല, ഈ പോലീസിന്റെ അല്ലെങ്കിൽ ഈ ട്രാഫിക് പോലീസിന്റെ ഒന്നും കാര്യങ്ങൾ കൊണ്ട്, അവിടത്തെ അവർ വിന്യസിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഈ അപകടം നടന്ന അതിന്റെ ഒരു വിഷ്വൽ, ഇവിടെ ഒരു സ്റ്റില്ല് കൂടി, ഒരു ഫോട്ടോ കൂടി ഇപ്പോൾ നമുക്ക് കാണാം. അതിൽ കൃത്യമായി വ്യക്തമാവുന്നുണ്ട് 2 ബസ്സുകൾ തമ്മിലുള്ള മത്സരവട്ടം, അതിന് പിന്നാലെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ള കാര്യവും. അപ്പോൾ ഈ ട്രാഫിക് പോലീസിന്റെ വിന്യാസമൊക്കെ അവിടെ തോന്നുംപടിയാണോ? പ്രജിൻ, നോക്കൂ, അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണിച്ചു തരാൻ കഴിയും. ഇപ്പോൾ മുന്നിൽ മറ്റൊരു വണ്ടികളുമില്ല. ഇതാ 4 ബസ്സുകൾ, 4 പ്രൈവറ്റ് ബസ്സുകൾ തോന്നുംപടി നിർത്തിയിട്ടത് കാരണം ഇവിടെ ഒരു വലിയ ബ്ലോക്ക് ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കും. നമ്മൾ നിൽക്കുമ്പോഴാണ്, നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ 5-6 മിനിറ്റിനിടയിൽ തന്നെ ഇങ്ങനെ പലതവണ വാഹനം കൊണ്ട് കയറ്റുന്നത് നമ്മുടെ കൺമുൻപിൽ കാണുന്നതാണ്, നമ്മുടെ ക്യാമറയിൽ കാണുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ഇത് ഇപ്പോൾ മാത്രമുള്ളതല്ല, നമുക്ക് ഏത് സമയത്ത് ക്യാമറ ഇവിടേക്ക് തുറന്നു പിടിച്ചാലും നമുക്ക് ഈ നിലയിലുള്ള ദൃശ്യങ്ങൾ കിട്ടും. അങ്ങനെ നഗരം ബ്ലോക്കാകുന്ന, നഗരം കുരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ ഒരു അപകടം നടന്നിട്ട് മണിക്കൂർ ഒന്നായിട്ടില്ല, എന്നിട്ട് പോലും ഇവർക്ക് ഈ മത്സരം നിർത്താൻ തയ്യാറല്ല എന്നുള്ളത് മാത്രമല്ല, ഈ പ്രൈവറ്റ് ബസ് ഇവിടെ അശാസ്ത്രീയമായാണ് പാർക്ക് ചെയ്യുന്നത്. അവരുടെ ബസ് സ്റ്റാൻഡ് ഇതല്ല, ഇത് KSRTCയുടെ നോർത്ത് ബസ് സ്റ്റാൻഡാണ്. KSRTCയുടെ ബസ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ്. അതും ഇവിടെ അല്ല പാർക്ക് ചെയ്യേണ്ടത്. ആ KSRTC ബസ് സ്റ്റാൻഡ് എന്ന് എഴുതിയിരിക്കുന്ന ബാരിക്കേഡുകൾ സൃഷ്ടിച്ചിരിക്കുന്നതിൻ്റെ അകത്ത്, അതാണ് KSRTCയുടെ ഭൂമി. അവിടെയാണ് KSRTCയുടെ ബസ്സുകൾ പാർക്ക് ചെയ്യേണ്ടത്. അവിടെ KSRTC
KSRTCയുടെ ബസ്സുകൾ പാർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനിപ്പുറത്ത് ഒരു അധികാരവുമില്ലാതെ ഒരു പെർമിഷനും ഇല്ലാതെയാണ് സ്വകാര്യ ബസ്സുകൾ ഇവിടെ നിർത്തിയിടുന്നത്. ഇവരുടെ ശരിക്കുള്ള പാർക്കിംഗ് തൊട്ടപ്പുറത്താണ്. അവിടെ നിർത്താൻ തയ്യാറല്ല. ഇവിടെ നിന്നും KSRTC ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന ആളുകളെ കൂടി കയറ്റിക്കൊണ്ടു പോകാനായി മണിക്കൂറുകളോളം റോഡിന് നടുവിലാണ് ഈ വാഹനങ്ങൾ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ പിന്നെ എന്താണ് ഈ ട്രാഫിക് പോലീസ് എന്താണ് ഇതിൽ ഇടപെടാത്തത്? ഇത്രയും നാളുകളായിട്ട് ഇതേ രീതി തുടരുകയാണെങ്കിൽ എന്തുകൊണ്ട് ട്രാഫിക് പോലീസ് ഇടപെടുന്നില്ല? നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം അവിടെ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ബസ്സുകളോട് ഇവിടെ നിന്ന് മാറാനോ അല്ലെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയാത്തത് എന്താണ്? പ്രജിൻ, അതിൻ്റെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ ക്ഷാമമാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം ഈ പ്രൈവറ്റ് ബസ് ഉദ്യോഗസ്ഥരുടെ ഗുണ്ടായിസമാണ്. കാരണം ഇവർക്ക് ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് പോലും പരിമിതിയുള്ള നിലയിൽ കരുത്തരാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സിലെ പല ആളുകളും. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ വിഷയത്തിൽ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലും നേരിട്ട് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. മന്ത്രിയുടെ ഓഫീസ് തന്നെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. KSRTCയുടെ ഭൂമിയാണ്, KSRTCക്ക് മാത്രമേ പാർക്ക് ചെയ്യാൻ കഴിയൂ എന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ പറഞ്ഞിട്ട് പോലും പ്രൈവറ്റ് ബസ്സുകാർ ഒരു അല്പം വില പോലും ആ വിഷയത്തിന് ആ വാക്കുകൾക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉയർന്ന തലത്തിൽ മന്ത്രിതലത്തിൽ ഇടപെടൽ ഉണ്ടായിട്ട് പോലും ഇവിടുത്തെ അശാസ്ത്രീയമായ പ്രൈവറ്റ് ബസ്സിന്റെ പാർക്കിംഗ് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിനിടയിൽ ഒരു ദിവസം അത് ഞാൻ തന്നെ നേരിട്ട് മന്ത്രിയുടെ ഓഫീസിൽ മറ്റൊരു വാർത്താ സമ്മേളനത്തിന് ആവശ്യത്തിന് പോയപ്പോഴായിരുന്നു ആ വിഷയം ഞാൻ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിന് പിന്നാലെ 2 ദിവസം ഇവിടെ കാര്യമായ പോലീസ് പരിശോധന ഉണ്ടായിരുന്നു. വലിയ നിലയിൽ പോലീസിന്റെ വിന്യാസം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആ 2 ദിവസം നഗരത്തിലെ ഈ പ്രദേശം മൂലമുണ്ടാകുന്ന തിരക്കുണ്ടായിരുന്നില്ല. അതിന് പിന്നാലെ വീണ്ടും പഴയപടിയാകുന്ന സാഹചര്യവും ഇവിടെ ഉണ്ടായി. അങ്ങനെ നഗരത്തെ ഗതാഗത കുരുക്കിലാക്കുന്ന നഗരത്തിൽ അപകടങ്ങൾ അടിക്കടി ഉണ്ടാകുന്ന നിലയിലുള്ള അഹങ്കാരം ഈ ബസ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുവെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇവിടെ നേരത്തെ പലരും പറഞ്ഞാൽ ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാർ ഉൾപ്പെടെ പരാതി പറഞ്ഞാണ്. ഇവിടെ തൊട്ടപ്പുറത്തൊരു വളവുണ്ട്. അതായത് അത് ബസ് സ്റ്റാൻഡിലേക്ക് പോകേണ്ട വളവാണ്. അവിടെ യു ടേൺ അനുവദനീയമല്ല. പക്ഷേ ഇവിടെയൊക്കെ യു ടേൺ അനുവദനീയമാണ് എന്ന നിലയിലാണ് ഇവിടെ സ്വകാര്യ ബസ്സുകൾ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് തിരിഞ്ഞു പോകുന്നത്. അങ്ങനെ എന്തും ചെയ്യാൻ കഴിയും തങ്ങൾക്ക് എന്നുള്ള നിലയിൽ ഇവിടെ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യവുമുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ആ പ്രദേശത്താണ് ഈ അപകടം ഉണ്ടാവുകയും ചെയ്തത്. ഇപ്പോൾ ഈ വാർത്തയ്ക്ക് പിന്നാലെ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട്. അത് ഉച്ചയ്ക്ക് 1:45 നടന്ന അപകടമാണ്. നമ്മൾ ഇവിടെ വരുമ്പോഴും ഇത്രയും പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നോക്കൂ, 5 ട്രാഫിക് ഉദ്യോഗസ്ഥർ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഗതാഗതം നിയന്ത്രിക്കുന്നു. വാർത്തയ്ക്ക് പിന്നാലെ ഗതാഗതം നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. അത് നേരത്തെ ആവാമായിരുന്നില്ലേ അധികൃതരെ എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയാകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, സംസാരിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് 2 ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ 6-ലധികം ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നു. ഇവിടേക്ക് മറ്റ് ഈ അപകട സ്ഥലം പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ട്രാഫിക് നിയന്ത്രണം നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്.